മുഹമ്മദിന്റെ ഡയറിയിൽ നിന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഇസ്ലാമിന് പുറത്തുപോകാൻ കാരണക്കാരായി ജീവിക്കുന്ന പണ്ഡിതന്മാരും ജനങ്ങളും. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന പ്രദേശത്തിനടുത്ത് പെടയങ്ങോട് എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു പണ്ഡിതൻ മദ്രസാധ്യാപകനായും ഇമാമായും ആളുകളുടെ പെട മാറ്റാൻ വേണ്ടി വന്നു. വർഷങ്ങളോളം അവിടെ അധ്യാപനവും ഇമാമുമായിട്ട് തുടരുന്നു. പക്ഷേ അയാളും അവിടത്തെ ജനങ്ങളും മുഹമ്മദിന്റെ ശരീരത്തിൽ കയറാൻ വേണ്ടി ചെറിയ കുട്ടിയെ അയക്കുന്നു. നിസ്കാരത്തിൽ വളിയിടിയുക, നിസ്കാരം ഇടങ്ങേറാകുക എന്ന ഉദ്ദേശത്തോടെ അവർ പ്രവർത്തിക്കുന്നു. നിസ്കരിക്കുമ്പോൾ വുദൂവ് പോകാൻ നോക്കിയപ്പോൾ മുഹമ്മദ് ശരീരത്തെ വലിഞ്ഞുപിടിച്ചു. ശ്വാസം അടക്കിപ്പിടിച്ചു, വയർ അമർത്തിപ്പിടിച്ച് എയർ പോകാതെ പിടിച്ചു നിന്നു. നിസ്കാരം എങ്ങനെയൊക്കെ അടക്കിപ്പിടിച്ചു പൂർത്തിയാകുന്നു. ഇസ്ലാം മതവിശ്വാസികളെ നിങ്ങൾ ആലോചിക്കുക, ഈ പണ്ഡിതനും അയാളുടെ അനുയായികളും എത്ര വലിയ തെറ്റാണ് ചെയ്തത് എന്ന്. നിസ്കാരം കഴിഞ്ഞ് പുറകിലേക്ക് നോക്കിയ മുഹമ്മദ് കാണുന്നത് ഒരു കുട്ടി വയറും പിടിച്ചു പുറകിൽ നിന്ന് കരയുന്നതാണ് എന്ന്. ഇവർ എത്ര വലിയ തെറ്റാണ് ചെയ്തത് എന്ന് ഇത് കാണുന്ന ഇസ്ലാം മതവിശ്വാസികൾ വിലയിരുത്തട്ടെ. ഇവർ അല്ലാഹുവുമായുള്ള സംഭാഷണമായ നിസ്കാരത്തിൽ അക്രമം പ്രവർത്തിക്കുന്നുവോ? പള്ളികൾ അല്ലാഹുവിന്റെ വീടാണ് എന്നത് മറന്നുപോയ പണ്ഡിതനും ജനങ്ങളും അതിനുശേഷം വലിയ ടോർച്ചുകൊണ്ടുള്ള കള്ളിമിന്നലുകൾ നിങ്ങളുണ്ടാകുന്നുവെങ്കിൽ ആ ദിവസം നിങ്ങൾ കണ്ടത് എന്താണ് എന്ന് ആ പണ്ഡിതൻ പാണ്ഡിതമുള്ള പണ്ഡിതനാണെങ്കിൽ തിരിച്ചറിവ് ഉണ്ടായിക്കാണുമെന്ന് എഴുതിവെക്കപ്പെട്ടിരുന്നത് കാണാം. അവർ മുഹമ്മദിന്റെ ശരീരത്തിൽ കയറുന്നതിനു വേണ്ടി ബംഗാളി പണിക്കാരെ വരെ അയച്ചിരിക്കുന്നു എന്നുവരെ എഴുതിവെക്കപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ വേണ്ടി ആ പണ്ഡിതനെ കണ്ടു ചോദിച്ചാൽ മതിയാകും. അയാള് നീക്കുപോക്ക് കൂടോദരം ചെയ്യുന്ന പണ്ഡിതൻ കൂടിയാണ് എന്ന് എഴുതിവച്ചിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മത പ്രബോധനത്തിന് പായിഫിലേക്ക് പോയപ്പോൾ എഴുതാനും വായിക്കുവാനും വിവരവും അറിവുമില്ലാത്ത അടിമകളായി ജീവിക്കുന്ന ഒരു ജനതയെ അല്ലാഹുവിനെ ആരാധിക്കുവീൻ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ ആ ജനത കല്ലുകൊണ്ട് എറിഞ്ഞ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും തുരത്തുന്നു. ആ ജനതയ്ക്ക് അറിവില്ലായിരുന്നു ഉണ്ടായത്. ഈ പണ്ഡിതനും ആ നാട്ടിലെ ജനങ്ങൾക്കും എന്തറിയാം? അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ആ നാടിനെ നടല്ലാതാക്കി തീർക്കാൻ അല്ലാഹുവിന് സമയം എത്ര നിമിഷം വേണമെന്ന് നിങ്ങൾക്കറിയാതെ പോയി. തീർച്ചയായും ആ കൂട്ടർ വായിപ്പിച്ചവരുടെ കൂട്ടരിൽപ്പെട്ടവർ തന്നെ. പള്ളിയിൽ വെച്ച് അക്രമം പ്രവർത്തിക്കുന്നുവോ? നിസ്കാരം എന്താണ് എന്നറിയാത്ത, ഇസ്ലാം എന്താണ് എന്നറിയാത്ത കൂട്ടരേക്കാളും അധപ്പതിച്ചുപോയ ജനത തന്നെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഓർക്കുക, അവസാനകാലത്ത് ചപ്പുചവർ പോലെ മുസ്ലിം നാമധാരികൾ ഉണ്ടാകും എന്ന്. അത് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ സത്യം തന്നെ. മുഹമ്മദിനോട് ഒരാൾ ചോദിച്ചു, മഴയെ ഇങ്ങോട്ട് കൊണ്ടുവരാനും മഴയെ ഇവിടെ പെയ്യാനും പറ്റുമോ എന്ന്.